2014 ബ്രസീലിയൻ വേൾഡ് കപ്പിൻ്റെ നിറവേദി. റൗണ്ട് ഓഫ് 16 ഏറ്റുമുട്ടുന്നത് ഉറുഗ്വേയും കൊളംബിയയുമാണ്. രണ്ട് ലാറ്റിൻ അമേരിക്കൻ തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടം. മത്സരത്തിൻ്റെ 28-ാം മിനിറ്റിൽ കൊളംബിയൻ താരം അബെൽ എഗുയിലർ പന്തിനെ ബോക്സിലേക്ക് നീട്ടിക്കൊടുക്കുന്നുണ്ട്. ഉറുഗ്വേൻ ഡിഫൻഡറുടെ ക്ലിയർ ചെയ്യൽ അവസാനിക്കുന്നത് എഗുയിലറുടെ തലയിൽ തന്നെയാണ്. അതെ, ഒറ്റ ടച്ച് കൊണ്ട് പന്തിനെ ബോക്സിൻ്റെ വെളിയിൽ കാത്തു നിൽക്കുന്ന 10-ാം നമ്പറുകാരൻ്റെ ചെസ്റ്റിലേക്ക് ഇട്ടുകൊടുക്കുന്നു. പന്തിനെ ഫസ്റ്റ് ടച്ചിൽ വരുതിയിലാക്കിയ ജെയിംസ് ഇടതുകാലിലെ പ്രഹരം കൊണ്ട് ബ്രസീലിൻ്റെ വേദിയെ പുളകം കൊള്ളിച്ചു. കണ്ടുനിന്നവരുടെ രോമകൂപങ്ങൾ എണീറ്റ് നിന്ന ഗോൾ. അതെ, അതായിരുന്നു ജെയിംസ് റോഡ്രിഗസ്. ഒരിക്കൽ വാതോരാതെ വാഴ്ത്തപ്പെട്ട ഒരു നാമം മെല്ലെ മെല്ലെ ഫുട്ബോളിൻ്റെ പാഠപുസ്തകങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. 2014 മികവുറ്റ പ്രകടനത്തിൻ്റെ ഫലമായിട്ടാണ് അയാൾ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ക്ലബിലേക്ക് ചേക്കേറപ്പെടുന്നത്. പിന്നീട് സാക്ഷാൽ റിയൽ മാഡ്രിഡിൻ്റെ മധ്യനിരയിലെ മായാജാലം സൃഷ്ടിക്കുന്ന എഞ്ചിനായി മാറി. ബെയിൽ, ബെൻസിമ, ക്രിസ്ത്യാനോ എന്ന BBC ത്രയം യൂറോപ്പിൽ രൂപപ്പെടുമ്പോഴും വ്യക്തമാർന്ന ലോങ് റേഞ്ചുകൾ കൊണ്ടും ആരെയും കൊതിപ്പിക്കുന്ന പാസുകളെ നിറക്കായി ചെയ്യുകയും അയാൾ മാഡ്രിഡിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ ബയേണിലേക്ക് മാറ്റപ്പെട്ടു. അതെ, ബുണ്ടസ്ലീഗ വമ്പരായ ബയേണും 2021 പ്രീമിയർ ലീഗിലെ എവർട്ടണിലേക്ക് അയാളെ കൊടുക്കപ്പെടുന്നു. പതിയെ പതിയെ ഫുട്ബോളിൻ്റെ പാഠഭാഗങ്ങളിൽ നിന്നും അയാൾ അന്യനായി മാറി. അവസാനം ഇന്നിൻ്റെ ലാറ്റിൻ അമേരിക്കൻ നിറവേദിയിലിതാ സാക്ഷാൽ ലിയണൽ മെസ്സിയുടെ റെക്കോർഡും ഭേദിച്ച് സ്വന്തം ടീമിനെ ഫൈനലിലും എത്തിച്ച് തിരിച്ചു വന്നിരിക്കുന്നു. എന്തൊരു സുന്ദരമായ മടങ്ങിവരവാണല്ലേ! ആരും കൊതിച്ചു പോകുന്ന ഒരു കംബാക്ക്. അപരാജിതരായി കുതിപ്പ് തുടരുന്ന കൊളംബിയൻ വീരഗാഥയിൽ ആ 33-കാരൻ്റെ നാമം എഴുതി വെക്കപ്പെടണം. നീണ്ട 13 വർഷത്തെ സ്വപ്നം പൂവണിയിക്കാൻ അയാളും പടയാളികളും വരും ദിവസങ്ങളിൽ തേരോട്ടത്തിനിറങ്ങുകയാണ്. എതിരാളികളുടെ ബലങ്ങളൊന്നും അവർ ഗൗനിക്കുന്നേയില്ല. പക്ഷേ പല രീതിയിൽ നോക്കിയാലും അയാളും ആ കിരീടത്തിന് അവകാശി തന്നെയല്ലേ?